അക്ബർ ചക്രവർത്തിയുടെ മഹത്തായ കൊട്ടാരത്തിൽ ബുദ്ധിമാനായ ബീർബൽ അഗാധമായ ജ്ഞാനം ഉൾക്കൊള്ളുന്ന തൻ്റെ സമർത്ഥമായ കഥകൾക്ക് പേരുകേട്ടിരുന്നു. ഒരു ദിവസം കോടതി ഒത്തുകൂടിയപ്പോൾ വിനോദവും വിലപ്പെട്ട പാഠവും ഉൾക്കൊള്ളുന്ന ഒരു കഥ പങ്കിടാൻ അക്ബർ ബീർബലിനോട് അഭ്യർത്ഥിച്ചു. ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ ബീർബൽ തൻ്റെ കോഴികളും പൂവൻ കോഴിയും എന്ന കഥ ആരംഭിച്ചു. മുഗൾ രാജ്യത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു മനോഹരമായ ഗ്രാമത്തിൽ ഒരു കൂട്ടം കോഴികളും റുസ്തം എന്നു പേരുള്ള ഒരു അഹങ്കാരമുള്ള കോഴിയും താമസിച്ചിരുന്നു. ഉജ്ജ്വലമായ തൂവലുകൾക്കും പുലർച്ചെ ഗ്രാമത്തിൽ പ്രതിധ്വനിക്കുന്ന ആത്മവിശ്വാസമുള്ള കൂവലിനും പേരുകേട്ടതായിരുന്നു റുസ്തം. ഒരു ദിവസം ഗ്രാമവാസികൾ വിതറിയ ധാന്യം കോഴികൾ കൊത്തിത്തിന്നുമ്പോൾ അവർ ഒരു വിചിത്രമായ കാഴ്ച ശ്രദ്ധിച്ചു. അയൽ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കൂട്ടം പൂവൻ കോഴികൾ റുസ്തമിൻ്റെ അധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് കുതിച്ചു വരുന്നു. എതിരാളികളായ കോഴികളുടെ നേതാവ് സുൽത്താൻ എന്നു പേരുള്ള ഒരു പൂവൻ കോഴി പറഞ്ഞു, ശക്തനായ റുസ്തമിനെയും മികച്ചവനാണെന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ കൂപ്പിലെ രാജാവെന്ന് തെളിയിക്കാൻ ഞങ്ങൾ അവനെ ഒരു കൂവൽ മത്സരത്തിന് ക്ഷണിക്കുന്നു. വെല്ലുവിളിയുടെ വാക്ക് റുസ്തമിൻ്റെ ചെവികളിൽ എത്തി. അവൻ്റെ തൂവലുകൾ അഭിമാനത്താൽ അലറി. മത്സരത്തിൻ്റെ ദിവസം അടുത്തപ്പോൾ ഗ്രാമം മുഴുവൻ ആവേശത്തിൽ മുഴുകി. നിശ്ചയിച്ച ദിവസം സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ കോഴികളുടെ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കാൻ ഗ്രാമവാസികൾ ഒത്തുകൂടി. സുൽത്താനും റുസ്തമും കൊക്കിന് കൊക്കിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ തയ്യാറായി. താഴ്വരയിലൂടെ പ്രതിധ്വനിക്കുന്ന ശക്തമായ ഒച്ചയുമായി സുൽത്താൻ കാഴ്ചക്കാരെ ആകർഷിച്ചു. എന്നിരുന്നാലും റുസ്തം മറികടക്കാൻ പാടില്ല അതിലും ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു ഗാംഭീര്യമുള്ള കൂവൽ നടത്തി. ആകർഷകമായ 2 പ്രദർശനങ്ങൾക്കിടയിൽ ആവേശത്തോടെ ഗ്രാമവാസികൾ ആഹ്ലാദാരവം മുഴക്കി. ബീർബലിൻ്റെ കഥയിൽ ആകൃഷ്ടനായ അക്ബർ ചക്രവർത്തി ട്വിസ്റ്റ് കേൾക്കാൻ ആകാംക്ഷയോടെ മുന്നോട്ട് കുനിഞ്ഞു. ബീർബൽ തുടർന്നു. ഗ്രാമീണർ ശക്തരായ കോഴികളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു. ശബ്ദം അടുത്തുള്ള വനത്തിൽ നിന്ന് വിശന്നു വലന്ന ഒരു കൂട്ടം കുറുക്കന്മാരെ ആകർഷിച്ചു. ബഹളത്താൽ വലിച്ചെറിയപ്പെട്ട കുറുക്കന്മാർ എളുപ്പമുള്ള വിരുന്നിന് അവസരം കണ്ടെത്തി. ശ്രദ്ധ തെറ്റിയ കോഴികളെയും പൂവൻ കോഴികളെയും നോക്കി കുറുക്കന്മാർ ഒളിവോടെ ഗ്രാമത്തെ സമീപിച്ചു. കോഴിപ്പോരിനിടയിൽ റുസ്തമിൻ്റെ പെട്ടെന്നുള്ള സഹജാബോധം ഉടലെടുത്തു. ആസന്നമായ അപകടം അദ്ദേഹം ശ്രദ്ധിച്ചു. ഉച്ചത്തിലുള്ള മുന്നറിയിപ്പോടെ ഗ്രാമത്തെ മുഴുവൻ ജാഗ്രതപ്പെടുത്തി. ആസന്നമായ ഭീഷണി മനസ്സിലാക്കിയ കോഴികൾ പെട്ടെന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് പാഞ്ഞു. റുസ്തം തൻ്റെ മൂർച്ചയുള്ള കൊക്കും നിർഭയ മനോഭാവവും കൊണ്ട് കുറുക്കന്മാരെ നേരിട്ടു. കോഴികൾക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മതിയായ സമയം നൽകി. റുസ്തമിൻ്റെ പെട്ടെന്നുള്ള ചിന്തയ്ക്കും ധൈര്യത്തിനും നന്ദിയുള്ള ഗ്രാമീണർ അവനെ തങ്ങളുടെ യഥാർത്ഥ സംരക്ഷകനായി വാഴ്ത്തി. സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ സുൽത്താൻ മത്സരത്തിൽ തോൽവി സമ്മതിച്ചു. കഥയിൽ മുഴുകിയിരുന്ന അക്ബർ ചക്രവർത്തി ബീർബലിലേക്ക് തിരിഞ്ഞു. ഈ കഥയിലെ പാഠം എന്താണ് ബീർബൽ? ബീർബൽ മറുപടി പറഞ്ഞു, ചക്രവർത്തി, ചിലപ്പോഴൊക്കെ വെല്ലുവിളികളും മത്സരങ്ങളും കേവലം ശ്രദ്ധാശൈഥില്യങ്ങളാണെന്നതാണ് പാഠം. യഥാർത്ഥ ശക്തി കാണിക്കുന്നത് പ്രകടനത്തിലല്ല, മറിച്ച് അപ്രതീക്ഷിതമായ ഭീഷണികളെ നേരിടാനും നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരെ സംരക്ഷിക്കാനുള്ള കഴിവിലുമാണ്. കഥയുടെ ആഴം മനസ്സിലാക്കി അക്ബർ രാജാവ് തലയാട്ടി. ആപത്ഘട്ടങ്ങളിൽ യഥാർത്ഥ ശക്തി വെളിപ്പെടുന്നു എന്നതാണ് കഥയുടെ ധാർമ്മികത. ഇത് മത്സരങ്ങളിൽ വിജയിക്കുന്നതിനെക്കുറിച്ചോ മറ്റുള്ളവർക്ക് സ്വയം തെളിയിക്കുന്നതിനെക്കുറിച്ചോ അല്ല. അത് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളപ്പോൾ വിശ്വസനീയവും സംരക്ഷകവുമായ സാന്നിധ്യമാണ്. If you love to watch this story, you can like, share and subscribe.